ഈ പിടിച്ചെടുത്തത് കൊക്കൈനാണ്. കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് പിടിച്ചെടുത്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ പരിശോധന ലബോറട്ടറിയിൽ നടത്തിയില്ല എന്നുള്ളതും നടുക്കുന്ന ഒരു വിവരമാണ് ഈ കോടതിയുടെ വിധി പ്രസ്താവം വായിക്കുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രാഥമികമായ കാര്യങ്ങളൊന്നും പോലീസ് ചെയ്തില്ല. അതോടൊപ്പം തന്നെ ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് ഈ കൊക്കൈൻ കണ്ടെടുത്തു എന്ന് ആദ്യം പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കൊക്കൈൻ കണ്ടെടുത്തില്ല എന്നുള്ളതാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴി. അതോടൊപ്പം തന്നെ പോലീസ് കോടതിയെ അറിയിച്ചിരുന്നത് പെട്രോളിംഗ് സംഘത്തിന് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു. പക്ഷേ വിചാരണയിൽ അങ്ങനെ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടേ ഇല്ല എന്നൊരു നിലപാട് പെട്രോളിംഗ് സംഘത്തിലെ ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്ന ഒരു നിലയുണ്ടായി. അപ്പോൾ ഈ തരത്തിലുള്ള വളരെ ഗൗരവമായ വീഴ്ചകളാണ് ഉണ്ടായത്. അതായത് ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും നമ്മൾ തോന്നിപ്പോകുന്നത് പോലീസ് മണ്ടന്മാരാണോ അതോ പോലീസ് നമ്മളെ മണ്ടന്മാരാക്കുന്നതാണോ? അതായത് ഇത്രയും വിവരം കെട്ട ആൾക്കാരാണോ പോലീസ്? അല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലേ. കാരണം കുറച്ച് വിവരം അവർക്കുണ്ട്. കാരണം ഒരു കേസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം, ഒരു കേസ് എങ്ങനെ മറയ്ക്കണം എന്നുള്ള കാര്യം, ഒരു കേസിനെ എങ്ങനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളും പഠിച്ചും കൊണ്ട് അതിന് ക്ലാസ് എടുത്തും കൊണ്ടാണ് ഓരോ പോലീസുകാരും വരുന്നല്ലേ. എല്ലാ പോലീസുകാരെയും കുറ്റം പറച്ചില്ല. എന്നിരുന്നാൽ പോലും ഒരു 5% പോലീസുകാർ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു കേസ് എങ്ങനെ മറിക്കണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു കേസ് എങ്ങനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളല്ലേ. കാരണം പോലീസ് മണ്ടനല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രാസലഹരി അന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് അവർ ലബോറട്ടറി പോയി ടെസ്റ്റ് ചെയ്തില്ല? ഒപ്പം തന്നെ അവര് കോടതിയിൽ കൊടുത്ത മൊഴി പ്രകാരം ഈ 10 ഗ്രാം കൊക്കൈൻ ആ സ്ത്രീയുടെ പോക്കറ്റിൽ നിന്ന് കണ്ടുപിടിച്ചു അന്ന് അവർ പറഞ്ഞിരുന്നല്ലേ. എന്തുകൊണ്ട് അവരിപ്പോ പറയുന്നു കണ്ടുപിടിച്ചില്ല, അങ്ങനത്തെ സാധനം കിട്ടില്ല എന്ന് എന്തുകൊണ്ട് അവർ പറയുന്നു? ഒപ്പം തന്നെ അവർക്കൊരു ഇൻഫർമേഷൻ, ഒരു രഹസ്യ ഇൻഫർമേഷന്റെ ബേസിലാണ് അന്ന് അവർ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് സെർച്ചിങ്ങിന് വേണ്ടി പോയതല്ലേ.